ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. സ്കൂളിൽ പഠിച്ചിട്ട് 1 തൊട്ട് 10 വരെ പഠിച്ചിട്ട് ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ ഔപചാരികമായിട്ട് എത്തിയിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും സ്റ്റേജിൽ കയറാനോ പ്രോഗ്രാം ചെയ്യാനോ ഉള്ള ധൈര്യമോ കഴിവുണ്ടായിരുന്നു അറിയില്ല. ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആള് കൂടുന്നിടത്ത് ഓടാൻ പോലും മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിനൊക്കെ ശേഷമാണ് ഞാൻ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചത്. ഇങ്ങനെ വിവരിക്കുകയും ചെയ്ത് ഒരു പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരിക്കൽ പോലും വേദിക്കകത്ത് ഞാൻ സ്കൂളിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ഇതിലും ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. തോട്ടമാണ് വാറ്റിയത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോഴും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വഴിയോ ഒന്നും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എത്തിയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടെ. അപ്പം അത്രയും കുഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടികൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടും ആനിവേഴ്സറിയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഠിച്ച സ്കൂളിലില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര സ്റ്റേജിൽ കയറാനും അല്ലെ പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിവുള്ള കുട്ടികളാണ്. എൻ്റെ മുഴുവൻ സ്കൂൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എൻ്റെ. ഇപ്പോൾ സ്കൂളിൽ പിള്ളേർ പരിപാടി വന്നപ്പോൾ ടീച്ചർമാർ ഡാൻസ് പഠിപ്പിക്കുന്നു. അതുകൂടാതെ അവന്മാർ കൂട്ടുകാരനാണെങ്കിൽ സ്വന്തമായിട്ട് ഡാൻസ് കമ്പോസ് ചെയ്ത് കളിക്കുന്നു. അപ്പോൾ അത്രയും പിള്ളേർക്ക് ഇപ്പോൾ സ്റ്റേജിൽ കയറാനോ പരിപാടിയോ ഈ ധൈര്യം ഭയങ്കര ധൈര്യമാണ്. ആ ധൈര്യത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ പങ്ക് എവിടെയോ എത്തിച്ചേർന്നത്. ഏതായാലും ഇതുപോലൊരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ചാൽ ഞാൻ പോകാറില്ല. കാരണം ഒന്നാമത്തെ കാര്യം പ്രസംഗിക്കാൻ അറിയില്ല, രണ്ടാമത്തെ കാര്യം ഒറ്റയ്ക്ക് ഒരു പെർഫോം ചെയ്യാൻ വന്നില്ല, അതൊട്ടും അറിയില്ല. നമ്മൾ സ്കിറ്റ് മാത്രം ചെയ്ത് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ ഞാൻ വിളിച്ചപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞതാണ് പ്രോഗ്രാം ചെയ്യാൻ പറയരുത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ തന്നെ എൻ്റെ ബിജു ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ബിജു വിളിച്ചു. ഞാൻ ആദ്യം പ്രോഗ്രാമൊക്കെ നമ്മളെന്ന് പറഞ്ഞ് പോയിട്ട് ഒഴിഞ്ഞ് മാറി നടന്നത്. ഞാൻ പറഞ്ഞ ഡേറ്റ് 14-ാം തീയതി ഞാൻ ആദ്യം പറഞ്ഞു. അന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കും. ബിജു പറഞ്ഞു എന്നാൽ ഡേറ്റ് മാറ്റിയിരിക്കുന്നു 12-ാം തീയതിയാണ്. അപ്പോൾ പരിപാടി ഇത് വരുന്നത് ഇങ്ങനെ പെട്ടുപോയി. പിന്നെ നമ്മുടെ PT പ്രസിഡന്റ് എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം അങ്ങനെയും കൂടി 2 സൈഡിൽ നിന്നുള്ള ആക്രമണം വന്നു പറഞ്ഞാൽ ഞാൻ അതൊന്നും സമ്മതിച്ചു പോകാറ്. എന്നാലും ഇവിടെ ഇങ്ങനൊരു വേദിയിൽ ഒരു വളർന്നു വരുന്ന കലാകാരനായി എനിക്ക് ഇങ്ങനൊരു ഉദ്ഘാടനം ചെയ്യാൻ ഒരവസരം നൽകിയതിന് ഈ സ്കൂളിനോടും എൻ്റെ മാനേജ്മെൻറ്റിനോടും PTA അങ്ങനെയുള്ള അധ്യാപകർ എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി വാക്കുകൾ രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു അവസരം എനിക്ക് കിട്ടിയ മറ്റൊരു അവാർഡായി ഞാൻ കണക്കാക്കുന്നു. നാട്ടുകാരെ നിങ്ങളുടെ എല്ലാം ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എന്നെപ്പോലുള്ള ഈ വളർന്നു വരുന്ന കലാകാരന്മാർ നിലനിൽക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ നിങ്ങൾക്കും കൂടി തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കലാപരിപാടി കലാസന്ധ്യയുടെ ഉദ്ഘാടനം ഔപചാരികമായി ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ കലാജീവിതത്തിലും കായിക ജീവിതത്തിലും വിദ്യാഭ്യാസ ജീവിതത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ടും എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ധന്യവാദം.